ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ലീഗ് സീറ്റുകളിൽ തീരുമാനമായി. മലപ്പുറത്ത് ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും മത്സരിക്കുമെന്ന് ഉറപ്പായി. മൂന്നാം സീറ്റ് ആവശ്യത്തിന് പകരമായി രാജ്യസഭാ സീറ്റ് നൽകാനും ധാരണ. ഷഹീദാണ് വിവരങ്ങളുമായി ചെന്നത്. ഷഹീദ്, പ്രതീക്ഷയിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിച്ചില്ല. ഇനിയിപ്പം ജോലി തുടങ്ങാം സ്ഥാനാർത്ഥികൾക്ക്. ഔദ്യോഗികമായ പ്രഖ്യാപനമാണോ വരുന്നത്? രതീഷ്, ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് നിലവിൽ മലപ്പുറത്ത് അബ്ദുൾ സമദ് സമദാനിയും പൊന്നാനിയിൽ ടി മുഹമ്മദ് ബഷീറുമാണ് സിറ്റിംഗ് എംപിമാർ. ഇക്കാര്യത്തിൽ ഇത്തവണ തനിക്ക് മലപ്പുറം വേണമെന്ന് ടി മുഹമ്മദ് ബഷീർ പാർട്ടി നേതൃത്വത്തോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതായത് സമദാനി മലപ്പുറത്തുനിന്ന് മാറാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കും. സമദാനി തിരിച്ച് പൊന്നാനിയിൽ മത്സരിക്കാനുള്ള ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി പ്രാദേശികമായ അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. പ്രചരണത്തിലുള്ള പ്രാഥമികമായ ചില നീക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ മൂന്നാം സീറ്റ് തരാനാവില്ല എന്നുള്ള കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത്തവണ 2 ലോക്സഭാ സീറ്റിന് പുറമെ ലോക്സഭയിൽ തന്നെ മറ്റൊരു സീറ്റ്, മൂന്നാമതൊരു സീറ്റ് കൂടി അധികമായി വേണമെന്ന ഉറച്ച നിലപാട് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പാർട്ടിയിൽ ഇക്കാര്യത്തിൽ ചില ആവശ്യങ്ങൾ ഉയരുകയും അത്തരം ഔദ്യോഗികമായി ചില നേതാക്കൾ ഇക്കാര്യം പറയുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൂടി ഇത്തവണ കോൺഗ്രസിനോട് വളരെ ശക്തമായി ഇക്കാര്യം ആവശ്യപ്പെടുന്നു. 2-3 ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ലീഗ് അത് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു നിലപാടിലേക്ക് പോയി. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് അത് വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് പോയി. ഇക്കാര്യം ലീഗ് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് ഉണ്ടായിരിക്കില്ല, മറിച്ച് അതിന് പകരമായി രാജ്യസഭാ സീറ്റ് വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സീറ്റിലാണ് എപ്പോൾ പരിഗണിക്കാവുന്നതാണ് കോൺഗ്രസിന്റെ ഉറപ്പ്? കാര്യങ്ങളിൽ കൂടുതൽ ധാരണ ആയിട്ടുണ്ടോ? കോൺഗ്രസിനോട് അതായത് രാജ്യസഭാ സീറ്റ് നൽകാം, ലോക്സഭാ സീറ്റ് ലോക്സഭാ സീറ്റിൽ തിരഞ്ഞെടുപ്പിൽ മൂന്നാമത് സീറ്റ് ഉണ്ടാവില്ല, മറിച്ച് രാജ്യസഭയിൽ ഒഴിവരുന്ന സീറ്റ് നൽകാം എന്നുള്ള ആവശ്യത്തിൽ അനുകൂലമായൊരു തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ലീഗ് നേതൃത്വം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാജ്യസഭാ സീറ്റിൽ മൂന്നാമത് ഒരു സീറ്റ് എന്നൊരാവശ്യം മാറ്റിവെച്ച് രാജ്യസഭാ സീറ്റ് എന്നൊരാവശ്യം മുന്നോട്ട് വെക്കാനാണ് ഇപ്പോൾ ലീഗിന്റെ തീരുമാനം. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമെന്ന് ലീഗ് വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും അടുത്തു തന്നെ ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി ഇക്കാര്യത്തിലുള്ള ഔദ്യോഗികമായ ആശയവിനിമയം നടക്കും. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ, രാജ്യസഭാ സീറ്റ് നൽകുമെന്നൊരു തുറന്നു പറച്ചിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ലീഗിനകത്തുണ്ടായിരിക്കുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് സീറ്റല്ല, മറിച്ച് രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസിന്റെയും UDFന്റെയും ഒക്കെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൂടിയാണ് ഇനി വരാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനുള്ള 2 സീറ്റുകളിലും തീരുമാനമായി. നേരത്തെ ഏറെക്കുറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന അത് തന്നെയാണ്. ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത്, പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി എന്ന നിലയിലേക്ക് തന്നെ തീരുമാനം ഇപ്പോൾ എത്തിയിരിക്കുന്ന സമയം രാജ്യസഭാ സീറ്റ് നൽകാമെന്നൊരു ധാരണ കൂടി കോൺഗ്രസുമായുള്ള ചർച്ചയിൽ ഉണ്ടായി എന്നാണ് ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നത്.